തിരുവനന്തപുരം പാപ്പനംകോട് KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. നിയന്ത്രണം വിട്ട ബസ് കടമുറിക്കുള്ളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. TS ഹരീഷിന് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, എന്താണ് ഉണ്ടായത്? ഈ ബസ്സിൽ യാത്രക്കാരില്ലാതെ പോയത് ബസ് ട്രിപ്പിലായിരുന്നോ അതോ ബസ് ട്രിപ്പ് എടുക്കാതിരുന്ന സമയമാണോ? മോത്തി, ഒരു വലിയൊരു അപകടം എന്ന് തന്നെ പറയണം. ഞാൻ ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ഡിപ്പോ ഒന്ന് ആദ്യം കാണിക്കാം പ്രേക്ഷകരെ. ഇത് പാപ്പനംകോട് ഡിപ്പോയാണ്. ഈ റോഡിന് അപ്പുറത്ത്, അതായത് പാപ്പനംകോട് ഡിപ്പോയിലെ അവിടെ കിടക്കുന്ന ആ ബസ് കണ്ടോ, ആ ഇലക്ട്രിക് ബസ്സാണ് KSRTC സ്വിഫ്റ്റിൻ്റെ. ആ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സർവീസ് ആരംഭിക്കുകയായിരുന്നു മോത്തി. രാവിലെ സർവീസിന് ഇറങ്ങിയാണ്. യാത്രക്കാരുണ്ടായിരുന്നില്ല, ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ഉണ്ടായിരുന്നത്. സർവീസ് തുടങ്ങി. ഞാൻ അന്വേഷിച്ചപ്പോൾ അത് മണ്ണന്തല റൂട്ടിലേക്ക് സർവീസ് നടത്താൻ വേണ്ടി ഇറങ്ങിയതാണ്. അവിടുന്ന് ആ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങി നേരെ ഡിപ്പോയുടെ വലതുഭാഗത്തേക്കാണ് സാധാരണ ബസ് പോകേണ്ടത്. പക്ഷേ ആ സമയത്ത് നിയന്ത്രണം വിട്ട് നേരെ ഓപ്പോസിറ്റുള്ള, അതായത് ഡിപ്പോയ്ക്ക് നേരെ ഓപ്പോസിറ്റുള്ള ഒരു ലോട്ടറി കടയുണ്ട്. ആ ലോട്ടറി കടയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നുള്ളതാണ് വളരെ, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു. കാരണം ഈ അപകടം ഉണ്ടാകുന്നത് ഒരു 6:30 മണിയോട് കൂടിയാണ്. അപ്പോഴൊന്നും ഈ കുട്ടികളൊന്നും, സ്കൂളിൽ പോകാൻ കുട്ടികളൊക്കെ ഇവിടെ വന്നു നിന്നാണ് ബസ് കയറുന്നത്. അപ്പോഴാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ലോട്ടറി കടക്കാരനായ ചേട്ടന് ഗുരുതരമായ പരിക്കുണ്ട്, ഡ്രൈവർക്ക് പരിക്കുണ്ട്, കണ്ടക്ടർക്ക് പരിക്കുണ്ട്. ഇനി ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പത്രം വിൽക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ചേട്ടൻ ഇവിടെ അടുത്തുണ്ടായിരുന്നു. സാധാരണ ആ കടയുടെ മുമ്പിലിരുന്നാണ് ചേട്ടൻ പത്രം വിൽക്കുന്നത് അല്ലേ? ചേട്ടൻ എന്താ കണ്ടത്? ഞാനിങ്ങനെ നോക്കിയപ്പോൾ വണ്ടി നിയന്ത്രണം വിട്ട് ഇങ്ങനെ വന്ന് കയറുമായിരുന്നു. അന്നേരം വേറെ വണ്ടികളൊന്നും റോട്ടിൽ ഇല്ലായിരുന്നു. അതാണ് ഇങ്ങനെ വന്ന് കയറി. അല്ലെങ്കിൽ ഇടി അവിടെ നടന്നെ ഓവർ സ്പീഡിൽ വണ്ടി ഇങ്ങനെ വന്ന് എന്നെ സ്ട്രെയിറ്റ് ആണ് വന്നത്. പക്ഷേ എന്നെ സേവ് ചെയ്യാൻ വേണ്ടി തിരിച്ചതാണെന്ന് തോന്നുന്നു. ഒരല്പം അങ്ങോട്ട് നീങ്ങി വണ്ടി, അല്ലെങ്കിൽ കറക്റ്റ് എൻ്റെ പേരത്ത് തന്നെ കയറി. ഇവിടെ അല്ലത് അവിടെയാണ്. അങ്ങനെയാണ് വണ്ടി ഇടിച്ച് കടയ്ക്കകത്താണ് കയറിയത്. ആ ലോട്ടറിക്കാരന് കുഴപ്പമുണ്ട്. അയാളെ കൊണ്ടുപോയി, ആശുപത്രി കൊണ്ടുപോയി. ജസ്റ്റ് ഒന്ന് തുറന്ന്, വേറെ വിൽപ്പനയും നടന്നില്ലെന്ന് തോന്നുന്നു. അയാൾ വന്ന് തുറന്ന് ഇങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ട് ഇന്ന് നേരം കൊണ്ടായിരുന്നു. സീറ്റിൽ ഇരിക്കുകയായിരുന്നു തോന്നുന്നു. അന്നേരമാണ് വന്ന് ഇടിച്ചത്. ഞാൻ ഇവിടെ വന്ന് പത്രം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവിടെ 2 ബൈക്കുകളൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ പാർക്ക് ചെയ്തിരുന്നതാണ്. വെച്ചിട്ട് ആൾക്കാർ ഇവിടെ പോയത്. അപ്പോൾ അവർക്ക് ഓടി വന്ന ബൈക്കിലുള്ള അതല്ല, പാർക്കിങ്ങിൽ ഇരുന്ന് എല്ലാ വണ്ടി ഇങ്ങനെ സൈഡിൽ കൊണ്ട് വയ്ക്കുമല്ലോ ഇതുപോലെ, അങ്ങനെ വെച്ചിട്ട് പോയ ബൈക്കാണെന്ന് ഇടിച്ച് കയറിയത്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഉദയൻ. എല്ലാ ദിവസവും ഇവിടെ തന്നെയാണ്? എല്ലാ ദിവസവും വരും. 5 മണിയാകുമ്പോൾ എത്തും. സംഭവം നടന്ന ഒരു 6 നല്ല നേരം ഇരുട്ട് മാറിയില്ല. അതിന് മുമ്പാണ് സംഭവം നടന്നത്. എത്ര മണിയായിക്കാണ്? ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അതിരാവിലെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഞാൻ ആ കടയുടെ ഭാഗത്തുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ കാണിക്കാം. ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ കടയ്ക്കകത്ത് ഇവിടെ കണ്ടോ, ഈ ഫുട്പാത്തിൻ്റെ അടുത്ത് 2 ബൈക്കുകൾ വെച്ചിരുന്നു. അതെല്ലാം ഇടിച്ച് ആ ബൈക്കിൻ്റെയൊക്കെ ഒരു അവസ്ഥ ഒന്ന് നോക്കണം. അപ്പോൾ എത്രത്തോളം വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ കടയ്ക്കകത്തേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ബസ് എന്ന് ആ കണ്ട ആൾ പറയുന്നുണ്ട്. ആ പത്രവിതരണക്കാരനായ ചേട്ടൻ അപ്പോഴേക്കും അവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇത് ലോട്ടറി കടയാണ്, ഒരു വലിയൊരു ലോട്ടറി കടയാണ്. അപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ളതാണ്. പിന്നെ CCTV ഇവിടെ ഉണ്ട്. CCTV എനിക്ക് തോന്നുന്നു അത് ഇനി കുറച്ചുകൂടെ അതൊക്കെ തകരാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ ബാക്കപ്പ് ചെയ്ത ആ ദൃശ്യങ്ങൾ എടുത്താൽ നമുക്കത് എങ്ങനെയാണ് അപകടത്തിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. എന്തായാലും ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ലോട്ടറി കടയിലെ ആ ചേട്ടനും ഒപ്പം തന്നെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഗുരുതരമായ പരിക്കുണ്ട്. ഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടെ ആ സമയത്ത് അതിരാവിലെ ആയതുകൊണ്ട് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും സർവീസ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഈ കടയിലേക്ക് ഇടിച്ചു കയറാൻ പാകത്തിന് എന്തെങ്കിലും യന്ത്ര തകരാറോ മറ്റോ വാഹനത്തിൽ ഉണ്ടാവുകയായിരുന്നു? എന്താണ് ഉണ്ടായത്? അതേ സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും പറയുന്നോ? ഇല്ല, അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എനിക്ക് സംശയമുള്ളത്, ഈ രാവിലെ എടുത്ത സമയത്ത് ഇനി ആക്സിലേറ്റർ ജാം ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് ആളുകളും ഇവിടെ പറയുന്നുണ്ട്. കാരണം എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയമാണ്. അപ്പോഴത്തേക്കും മുന്നോട്ട് നീങ്ങിയ സമയത്തെക്കാനും ആക്സിലേറ്റർ ജാം ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു റോഡിൻ്റെ എതിർവശത്താണ്, അതായത് പ്രധാനപ്പെട്ട പാതയാണിത്, അതിൻ്റെ എതിർവശത്തുള്ള കടയിലാണ് വന്ന് ഇടിച്ച് മാറിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും മോത്ത് ചോദിച്ചതുപോലെ യന്ത്രത്തകരാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കണം.